ഈ ലോകത്തിൽ ഈ അറിവുള്ളവരുമുണ്ട്, ബ്രഹ്മജ്ഞാനം ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഇവരെല്ലാവരും മരിച്ചു പോകുന്നുണ്ട്. ഒരാളും സ്ഥിരമായിട്ട് ജീവിക്കുന്നത് കാണുന്നില്ല. എല്ലാവർക്കും ഓരോ സമയമുണ്ടെങ്കിൽ ഈ ലോകത്തുനിന്ന് പോകാനുണ്ട്. അപ്പോൾ നാച്ചുറലി നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും. നമ്മളൊക്കെ ജനിച്ചത് ആത്മജ്ഞാനികളാവാൻ വേണ്ടി, മോക്ഷത്തിന് വേണ്ടിയിട്ടും ആണെങ്കിൽ എല്ലാവരും അതിന് ശ്രമിക്കുന്നില്ല. ആ തലത്തിൽ എത്താത്തവരും മരിക്കുന്നുണ്ട്, ആ തലത്തിൽ എത്തിയവരും മരിക്കുന്നുണ്ട്. ലക്ഷ്യം മോക്ഷമായിട്ടാണ് ജനിച്ചത്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മജ്ഞാനികളല്ലാത്തവർ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമോ? ബ്രഹ്മജ്ഞാനികൾക്ക് മാത്രമുള്ളതാണോ മോക്ഷം എന്ന അവസ്ഥ? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് പറയുന്ന പേര്, ഇപ്പോൾ തത്വം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തത്വത്തെ സംബന്ധിച്ച് മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് പറയുന്നതാണ് അനുപ്രശ്നങ്ങൾ, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അതാണ് ഇനി പറയുന്ന 2 ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വളരെ രസകരമായ ചോദ്യം, നമ്മളുടെ മനസ്സിലൊക്കെ ഉള്ള ചോദ്യമാണ്. ജ്ഞാനിയല്ലാത്തവൻ മരിച്ചാൽ ബ്രഹ്മലോകത്തെത്തുമോ? അതോ ജ്ഞാനിയായവൻ മാത്രമാണോ ബ്രഹ്മലോകം അനുഭവിക്കുന്നത്? റെഫറൻസ് പോയിന്റ് എന്താണ് ഈ ചോദ്യത്തിൻ്റെ? ഈ ചോദ്യത്തിൻ്റെ ഉള്ളിൽ മറ്റൊരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. റെഫറൻസ് പോയിന്റ് എന്താണ്? മരണം. മരിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും എന്നാണ് ഈ ചോദിക്കുന്നത്. ജ്ഞാനിയല്ലാത്തവൻ മരിച്ചാൽ ബ്രഹ്മലോകത്തെത്തുമോ എന്ന് പറഞ്ഞ ഒരു മനുഷ്യായുസ് അവൻ്റെത് വെറുതെ പോയില്ലായിരുന്നു. ആദ്യം പറഞ്ഞു ജ്ഞാനിയല്ലാത്തവൻ നശിച്ചു എന്ന് പറഞ്ഞു. എന്നാലും ഡൗട്ടാണ്. കാരണം എല്ലാം ബ്രഹ്മമായിരിക്കുന്ന അവസ്ഥയിൽ അവൻ ബ്രഹ്മലോകത്തെത്തണ്ടേ? ജ്ഞാനിയായവൻ മാത്രമാണോ ബ്രഹ്മലോകത്തെത്തുന്നത്? അപ്പോൾ ബ്രഹ്മലോകത്തെത്താൻ വേണ്ടിയിട്ട്, മരിച്ചതിന് ശേഷം ബ്രഹ്മലോകത്തെത്താൻ വേണ്ടിയിട്ട് പ്രത്യേക പ്രയത്നം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണ്ടേ? അതല്ല, ഇതൊന്നും ചെയ്യാതെ തന്നെ ബ്രഹ്മലോകത്തെത്തുമെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് നടന്നൂടെ? ഇതാണ് ചോദിക്കുന്നത്. ഈ തപസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഈ ചോദ്യം ചോദിച്ച ആളുടെ മനസ്സിനെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അയാളുടെ ഒരു സ്ഥിതി എന്താണ്? നമ്മളുടെ ഒക്കെ സ്ഥിതിയാണ്. ജനന മരണങ്ങൾ ഉണ്ട് എന്ന തലത്തു നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ ഇത്, മോക്ഷപ്രാപ്തി എന്നത് മരണത്തിന് ശേഷമാണ്. കാരണം അയാൾ 2 ചോദ്യങ്ങളും ചോദിച്ചത് മരണത്തിന് ശേഷം മോക്ഷപ്രാപ്തിയെക്കുറിച്ചാണ്. അപ്പം മോക്ഷപ്രാപ്തിക്ക് മരിക്കുക എന്നുള്ളത് ഒരു ആവശ്യമായി വരുന്നുണ്ട്. മരണത്തിന് ശേഷമാണ് മോക്ഷപ്രാപ്തി എന്ന തലത്തിൽ വിചാരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇയാൾ ഇതെല്ലാം ജനന മരണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ലോക അനുഭവങ്ങളെയെല്ലാം ഇയാൾ വളരെ സത്യമായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ മുന്നിൽ നടക്കുന്ന സകല അനുഭവങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 3 തലവുമാണ് നമ്മളുടെ തലം. അപ്പോൾ ഈ 3 ചോദ്യം, അതായത് ജനന മരണങ്ങളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളും ജനനവും മരണവും ഉണ്ട്. മോക്ഷപ്രാപ്തി മരിച്ചതിന് ശേഷമാണ്. ഇതെപ്പോഴാണ് കാണുക? മിക്കവാറും കഥകളിലൊക്കെ, പുരാണ കഥകളിലൊക്കെ മോക്ഷപ്രാപ്തി മരിച്ചതിന് ശേഷമാണ്. പൂതനയെ ഭഗവാൻ കൊന്നു, പൂതനയ്ക്ക് മോക്ഷം കിട്ടി. ശ്രീരാമൻ ഇന്നയാളെ കൊന്നു, അയാൾക്ക് മോക്ഷം കിട്ടി. ഇങ്ങനെ മോക്ഷം കിട്ടി എന്നൊക്കെ മരിച്ചതിന് ശേഷമാണ്. അവിടേക്ക് ഈ മരണം എന്ന് പറയുന്നത് ദേഹബോധത്തിൽ നിന്ന് മുക്തമായപ്പോഴാണ് മോക്ഷം കിട്ടിയത്. അതാണ് താത്വികമായിട്ട് പറയേണ്ടത്. അത് അലങ്കാര ഭാഷയിൽ കഥയിൽ കൂടെ പറഞ്ഞപ്പോൾ അവരൊക്കെ മരിച്ചപ്പോൾ മോക്ഷം കിട്ടിയെന്നായി. അപ്പോൾ ഈ മരിച്ചപ്പോൾ മോക്ഷം കിട്ടുക എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ ചെറുപ്പം മുതലേ കേട്ട് മോക്ഷം കിട്ടണമെങ്കിൽ മരിക്കണം എന്ന സ്ഥിതിയായി. ഇത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ട അവസ്ഥയാണ് എന്ന് മറന്നുപോയി. ഇനി അദ്വൈത ദർശനത്തിലാണെങ്കിൽ പോലും ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം നേടേണ്ട ആവശ്യം ഇല്ല. ഇതാണ് അടുത്ത പ്രശ്നം. മോക്ഷം എന്നുള്ളത് നേടാനുള്ളതല്ല. കാരണം നമ്മളെല്ലാവരും ഇപ്പം ഇത്രയും നേരം പറഞ്ഞത്, ഈ 5 കോശങ്ങളെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെല്ലാം ഓൾറെഡി മോക്ഷത്തിലാണ്, ആത്മാവാണ്. പക്ഷേ അത് മറന്നുപോയി. വിസ്മൃതി, ആത്മവിസ്മൃതി. അതിന് പകരം എന്തുണ്ടായി? ഈ ബ്രഹ്മത്തിൻ്റെ ഓരോ ഭാവസ്ഫുരണം എന്ന് പറയാം. നീ
മുന്നോട്ട് പഠിക്കാനുള്ള വാക്കുകൾ അതൊക്കെ. അതിൻ്റെ ഭാഗമായുണ്ടായ ഈ 5 തലങ്ങളിലും ഭ്രമിച്ച് അതിനോട് ഒട്ടിച്ചേർന്ന് ഞാൻ അതാകുന്നു എന്ന് വിചാരിച്ച് ജീവഭാവം കൈക്കൊണ്ടു. അവിടെയാണ് പ്രശ്നം. അതിലുള്ളിടത്തോളം കാലം നമുക്ക് മോക്ഷമില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ ജീവിക്കുമ്പം ഓരോ കർമ്മങ്ങൾ ചെയ്ത് മരിക്കുമ്പോൾ നേടിയെടുക്കേണ്ടതാണ്. ഇതാണ് ഏറ്റവും വലിയ അജ്ഞാനം. നമ്മളെല്ലാവരും ഓൾറെഡി മോക്ഷത്തിലാണ്. നമുക്ക് ആ കൂടി ചെയ്യാനുള്ളത് മറന്നുപോയത് ഓർമ്മിക്കുക എന്നുള്ളതാണ്. വേദാന്ത ദർശനങ്ങളിൽ കൂടെ പോകുമ്പോൾ, അദ്വൈത ദർശനത്തിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസങ്ങളിലൊന്നാണിത്. നമുക്ക് കാര്യമായിട്ട് നേടാനൊന്നുമില്ല. എല്ലാം നേടിക്കഴിഞ്ഞവരാണ് നമ്മൾ. പക്ഷേ നേടിയ നേട്ടങ്ങളെ മറന്നുപോയി. ആ മറവിയെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഇത്രയും കാര്യങ്ങൾ ഈ 2 ചോദ്യത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. ജ്ഞാനിയല്ലാത്തവൻ ബ്രഹ്മലോകത്തെത്തുമോ, ജ്ഞാനിയായവൻ ബ്രഹ്മലോകത്തെത്തുമോ എന്നുള്ളതാണ്. ഈ അനുവാദം നമ്മളിത് ബ്രഹ്മാനന്ദവല്ലി തുടങ്ങുന്ന സമയത്ത് കണ്ടു. അവിടുന്ന് വേണം നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ. ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദനിഹിതം ഗുഹായാം പരമേ വ്യോമൻ സോസ്നുദേ സർവാൻ കാമാൻ സഹ. ഇതായിരുന്നു മന്ത്രം. ഹൃദയഗുഹയിലുള്ള ആകാശത്തിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവൻ സർവകാമങ്ങളെയും നേടുന്നു. ആ ബ്രഹ്മം എന്താണ്? സത്യം, ജ്ഞാനം, അനന്തം. ഈ ബ്രഹ്മമാകുന്നു. അതിനെ സാക്ഷാത്കരിച്ചവനാണ് എല്ലാം നേടുന്നവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അനന്തമാണ് ബ്രഹ്മം. സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറഞ്ഞു. കാലദേശ വസ്തു പരിച്ഛേദ ശൂന്യമായിട്ടിരിക്കുന്നതാണ് ബ്രഹ്മം എന്നറിയുന്ന ആൾക്കാരാണ് ബ്രഹ്മജ്ഞാനികൾ. അപ്പോൾ ബ്രഹ്മജ്ഞാനികളുടെ ഒരു ഭാവം എന്താണ്? മരിച്ചു കഴിഞ്ഞിട്ടല്ല ആൾ ബ്രഹ്മജ്ഞാനിയാവുന്നത്. ബ്രഹ്മജ്ഞാനി ജീവിച്ചിരിക്കുമ്പോഴാണ് ആ തലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ബ്രഹ്മമാണ് ഈ കാണുന്നതെല്ലാം എന്നറിയുന്ന ബ്രഹ്മജ്ഞാനി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നടക്കുന്ന സകല അനുഭവങ്ങളും, സകല ദ്വന്ദ്വാനുഭവങ്ങളും, അതൊക്കെ ഇനി മുന്നോട്ട് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം ഒന്നും കൂടി വിശദീകരിക്കാം. സകല അനുഭവങ്ങളും ബ്രഹ്മം തന്നെയാണ്. കാരണം ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്നറിയുന്ന ആളാണ് ബ്രഹ്മജ്ഞാനി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു ഭാവപ്രകടനം മാത്രമാണ്. ഒരു നടൻ ഒരു വേഷം കെട്ടി ആടുന്നത് പോലെ. നമ്മൾ ഭക്തൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈശ്വര ലീല എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ലീല, രാമലീല എന്നൊക്കെ പറയുന്നത് ലീലയാണ്. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഈ ലോക സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതാണ്. ഇപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, അനുഭവങ്ങളെല്ലാം ബ്രഹ്മമാണ്, ജനനം മരണം എന്നത് അനുഭവമാണ്, അതുകൊണ്ടത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലാതെ ഒന്നും ദർശിക്കാൻ സാധ്യമല്ല ബ്രഹ്മജ്ഞാനിക്ക്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനനം മരണം എന്നുള്ള അവസ്ഥ തന്നെയില്ല. കാരണം അതൊക്കെ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ലെങ്കിൽ ജനനം മരണം എന്നുള്ളത് തൽക്കാല സമയത്തെ അനുഭവങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇതാണ് ബ്രഹ്മജ്ഞാനിയുടെ ഒരു നില. ഭഗവാൻ പറഞ്ഞു, ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വ ഭവിതാവാൻ ന ഭൂയഃ എന്ന് ഭഗവാൻ കൃത്യമായിട്ട് ഭഗവത്ഗീതയെ പറഞ്ഞു തരുന്നു. ജനന മരണങ്ങൾ എന്നുള്ളത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ കണ്ടു മുമ്പ്. കർത്തൃത്വ ഭോക്തൃത്വങ്ങളുള്ള ജീവൻ്റെ അനുഭവങ്ങളാണ് ജന്യമൃതികൾ. ആ തലത്തിലുള്ള അർജുനെ കുറിച്ചും പറഞ്ഞു. അർജുൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച എന്ന് പറഞ്ഞു. ജനിച്ചതിനൊക്കെ മരണമുണ്ട്, മരിച്ചതിനൊക്കെ ജനനമുണ്ട്. ഇതാരോടാ പറയുന്നത്? അർജുനോട്. കാരണം അർജുൻ ആ സമയത്ത് ആ ഭാഷയെ മനസ്സിലാവുള്ളൂ. ജനന മരണങ്ങളെ സത്യമായിട്ട് കണ്ടിട്ടാണ് അർജുൻ്റെ ചോദ്യങ്ങളൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്തിനാണ് ഉപനിഷത്ത് പഠനം? ഈ കാണുന്ന അനുഭവങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ഇതിൻ്റെ അധിഷ്ഠാനം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്?
നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചില അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ പറ്റുന്നേയില്ല. സയൻസ് എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ രഹസ്യം പിടികിട്ടുന്നുമില്ല. ഇതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട്. ഈ ഒരു അന്വേഷണമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചിന്തിപ്പിക്കുന്നതും ആ തലത്തിലേക്ക് ജീവിതത്തിനെ മാറ്റാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് ബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രകടനം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് ശേഷം ജനിക്കുന്നതിന് മുമ്പ് എന്നൊരവസ്ഥ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജനനവും മരണവും ബ്രഹ്മത്തിലെ ഒരു ഓളം മാത്രമാണ്. ബ്രഹ്മസമുദ്രത്തിലെ തിരകൾ എന്ന് പറയും. അപ്പോൾ തിരയുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കടൽ എപ്പോഴും ഉണ്ട്. തിരയായി മാറുന്നതും കടൽ തന്നെയാണ്. അപ്പോൾ ഈ തിര നശിച്ചതിൻ്റെ ശേഷമാണോ കടലായി മാറുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ചോദിച്ച ആൾക്ക് അജ്ഞാനത്തിലാണ്. ആ വ്യക്തി ചോദ്യം തെറ്റാണ്. ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളുടെ ചോദ്യമാണത്. അത് കാരണം ഈ ചോദ്യം ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മജ്ഞാനിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അപ്രസക്തമാണെന്ന് പറയും. ഈ ചോദ്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. കാരണം നമ്മൾ കാണുന്ന ജനനം, മരണം, ജയം, പരാജയം മുതലായ എല്ലാ അനുഭവങ്ങളും ബ്രഹ്മത്തിനകത്താണ്. ബ്രഹ്മജ്ഞാനി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഓരോന്നും ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് കാണുന്നില്ല. ബ്രഹ്മജ്ഞാനി മോക്ഷത്തിനായിട്ട് മരിക്കാനായിട്ട് കാത്തു നിൽക്കുന്നില്ല. കാരണം അദ്ദേഹം മോക്ഷത്തിലാണ്. ഈ ലോകത്ത് മോക്ഷത്തിൽ ജീവിക്കുന്ന ആളാണ് ബ്രഹ്മജ്ഞാനി. അദ്ദേഹത്തിന് വളരെ നോർമലാണ്. ഒരു കുട്ടി ജനിക്കുന്നത് പോലെ തന്നെ മരണം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്നത് എല്ലാ ഇത് തന്നെ പൂവ് വിരിഞ്ഞ് കൊഴിയുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പൂവിൻ്റെ ജനനവും പൂവിൻ്റെ മരണവും എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കാറ് തന്നെയില്ല. ഒരു പക്ഷേ ആ ചെടി ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലേ? സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. സൂര്യാസ്തമയങ്ങളെക്കുറിച്ച്, ഉദയാസ്തമയങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ കടലിൽ താഴ്ന്നു പോകുമ്പോൾ കരയാം, സൂര്യൻ ദാ പോയി ഇനി ഇരുട്ടാണല്ലോ. പക്ഷെ വലിയ ഒരാൾ ആ സൂര്യാസ്തമയം കാണിക്കാൻ ആ കുട്ടിയെ കടൽക്കരയെ കൊണ്ടുപോയ ആളെ സംബന്ധിച്ചിടത്തോളം അത് മനോഹരമായൊരു കാഴ്ചയാണ്. കാരണം എന്താ, പിറ്റേന്ന് ഉദിക്കുകയും സൂര്യൻ്റെ ഉദയം എന്നൊരവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിച്ചിട്ടുമില്ല അസ്തമിച്ചിട്ടുമില്ല എന്ന് അറിയാം. തൽക്കാലം എനിക്ക് തോന്നുന്നതാണ് ഭൂമിയുടെ ഭ്രമണം കാരണം എന്നറിയുന്ന ഒരാൾക്ക് സൂര്യാസ്തമയത്തെക്കുറിച്ച് ദുഃഖിക്കുന്നുമില്ല. പക്ഷെ കുട്ടിക്ക് അതറിയില്ല. ഇതുപോലെയാണ് ഈ ചോദ്യം. അപ്പോൾ ബ്രഹ്മജ്ഞാനിയായ ഒരാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് മോക്ഷപ്രാപ്തിയുള്ളത്. ഏതൊരു ലോകത്തിൻ്റെ ഭാഗമായിട്ടാണോ ബ്രഹ്മജ്ഞാനി ജീവിക്കുന്നത്, ആ ലോകത്ത് ബ്രഹ്മത്തിൻ്റെ ഭാവമായിട്ട് കാണുന്നു.